പ്രിയ ശ്രോതാക്കളെ, നമ്മളിന്ന് വയനാട് കള്ളാടി ദുരന്തം ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പമുള്ളത് അത്തരം ദുരന്തങ്ങളെപ്പറ്റി വിലയിരുത്തുവാൻ കാര്യപ്രാപ്തിയുള്ള ഒരു പ്രൊഫസറാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ജിയോളജി വകുപ്പിലെ പ്രൊഫസർ ബിജു ലോഞ്ചിനോസ് ആണ് നമ്മളോടൊപ്പമുള്ളത്. ഈ മേഖലയിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ഇതുമായിട്ട് വളരെ ഗൗരവത്തിൽ നമ്മളോട് ചർച്ച ചെയ്ത് നമ്മളെ ബോധവാന്മാരാക്കാനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ബിജു, എനിക്ക് ആദ്യമേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വയനാട് ജില്ലക്കാരിയാണ്. അപ്പോൾ എനിക്ക് വയനാടിനെ പറ്റി ആശങ്കകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ സി രാധാകൃഷ്ണൻ, സയൻറ്റിസ്റ്റ്, അദ്ദേഹം മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണല്ലോ. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ, അന്ന് അദ്ദേഹം ആ ആർട്ടിക്കിളിൽ എഴുതിയിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പശ്ചിമഘട്ട മേഖലയിലുണ്ടായ അഗ്നി പർവ്വത വിസ്ഫോടനം, ആ വിസ്ഫോടനത്തിൻ്റെ ലാവ ഒഴുകി ഒലിച്ച് അറബിക്കടലിൽ ചേർന്ന് അങ്ങനെ രൂപം കൊണ്ടതാണ് കേരളം എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു പാഠമുണ്ട് കൊച്ചു ക്ലാസ്സുകളിൽ, പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളമെന്ന്. അതല്ല സത്യം, ഇതാണ് സത്യമെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള കേരളത്തിൻ്റെ ഒരു മലനാടാണ് വയനാട് എന്ന് പറയുന്നത്. ആ വയനാടിനെ വീണ്ടും അറബിക്കടലിലേക്ക് കൊണ്ടുപോയി കളയണം എന്ന് ആർക്കെങ്കിലും നിർബന്ധ ബുദ്ധിയുണ്ടോ എന്ന് തോന്നിപ്പോകും. തുരങ്കപാതയുടെ നിർമ്മാണവും അതിനു മുൻപ് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ നമുക്കറിയാം. 1900 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പല കാലഘട്ടങ്ങളിലാണ് ആ മേപ്പാടി സോണിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതുവഴിയായിട്ട് നിരവധി പേർ മരിച്ചിട്ടുമുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സോണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കണ്ടേ? ഇതൊക്കെയാണ് നമ്മളെ അലട്ടുന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മിസ്റ്റർ ബിജുവിലേക്ക് പോകുന്നത്. എന്താണ് താങ്കൾ ഈ ദുരന്തത്തെ പറ്റി, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു ശരിയായ പരിസ്ഥിതി പഠനം നടത്തിയല്ല കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങിച്ചത് തുരങ്കപാതയ്ക്ക് വേണ്ടി എന്ന്. അപ്പം ഇത്തരം ഒരു സാഹചര്യം വെച്ചുകൊണ്ട് മിസ്റ്റർ ബിജു എന്താണ് ഈ ദുരന്തത്തെ പറ്റി തോന്നുന്നത്? ടീച്ചർ, ആദ്യം മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ഞാൻ വരുന്നില്ല. കാരണം അത് വേറൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് അങ്ങ് പോയിപ്പോവും. അതിനെപ്പറ്റി നമ്മൾ അസസ് ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം അദ്ദേഹം രാഷ്ട്രീയമാണോ അവിടെ പറഞ്ഞത്? മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പോയിന്റ് പറയുകയാണെങ്കിൽ മറ്റു മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി വ്യത്യാസമില്ല. ഇറ്റ്സ് എ പൊസിഷൻ. അപ്പോൾ അവർ ചെയ്തതിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടാണോ ഈ പറഞ്ഞ ക്രിറ്റിസിസം വന്നെന്നുള്ളത് അപ്പുറത്തൊരു ചോദ്യമായിട്ട് കിടക്കും. അതല്ല, ഞാൻ ഇതിനെ കാണുന്നത് ഫ്രം ജിയോളജിക്കൽ പോയിന്റിലാണ്. ആ ഏരിയയിൽ പലയിടങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. മോഡേൺ സെൻസിലുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ എല്ലാം വെച്ചിട്ട് സബ്സർഫസിനെയൊക്കെ പറ്റി അടുത്ത കാലത്തൊക്കെ പഠിക്കാൻ വന്നപ്പോൾ നമ്മൾ ജിയോളജിക്കലായിട്ട് പണ്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സ്ഥലങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ജിയോളജിക്കലായിട്ടുള്ളൊരു ട്രബിളാണോ ഇപ്പം നടന്നത്, അതോ അതല്ലാത്ത ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു മിസ്മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് മനുഷ്യനിർമ്മിത ദുരന്തം. മനുഷ്യനിർമ്മിത ദുരന്തം അല്ലെങ്കിൽ അതിനകത്ത് രണ്ട് ഉണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തത്തെ തന്നെ നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ നശിപ്പിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതും ഉണ്ടാകാം. അതല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടത് ഉണ്ടാകും. അതിൽ ഞാനത് പറയുന്നത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ. അതായത് വയനാട് കളക്ടർ പറയുകയുണ്ടായി, ഈ ദുരന്തമുണ്ടാകുന്നതിന് 13 ദിവസം മുൻപ് തന്നെ 15 കണ്ടീഷൻസ് അവർ ഈ നിർമ്മാണ കമ്പനിക്ക് DPL കൊടുത്തിരുന്നു. അതായത് ആ കണ്ടീഷൻസ് എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് കൃത്യമായി മാറ്റണം. അതുപോലെ തന്നെ 250 മില്ലിമീറ്റർ മഴ ആ മേഖലയിൽ പെയ്തു എന്ന് വന്നാൽ അവിടെ പണി നിർത്തിവെക്കണം എന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അഥവാ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ 2 ദിവസം അതായത് 6-ാം തീയതിയും 7-ാം തീയതിയുമായിട്ട് 266 മില്ലിമീറ്റർ മഴ ആ മേഖലയിൽ പെയ്തു, എന്നിട്ടും പണി തുടർന്നുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ആ തരത്തിലുള്ള മാനേജ്മെൻറ്റിലെ വൈകല്യം അതാണോ ബിജു അതുപോലെയുള്ളത്? അതും അതിൻ്റെ പ്ലാനിങ്ങിലും ഉണ്ട്. ഈ പറയുന്ന നമുക്ക് ഇവിടുത്തെ മണ്ണിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ, നമ്മുടെ ഹൈ റേഞ്ച്, അത് ഇടുക്കി ആയാലും ശരി വയനാട് ആയാലും ശരി, നമുക്ക് കാണാം അത് വെറും മണലല്ല, അത് എക്കൽ ചേർന്നിട്ടുള്ള, കൂടുതലും ചെളി ഉണ്ടാവും, മീൻസ് ക്ലേ ഉണ്ടാവും, എക്കലും കൂടെ ഉണ്ടാവും, സിൽറ്റും അതിനകത്തുണ്ടാവും. സിൽറ്റിനൊരു സ്വഭാവമുണ്ട്, അത് കട്ടി ആയിക്കഴിഞ്ഞാൽ വെള്ളം അതിനകത്തൂടെ പെർക്കുലേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷേ വെള്ളം പെർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം വെള്ളം ഉൾക്കൊള്ളുകയും ചെയ്യും, പെട്ടെന്ന് സ്ലിപ്പായി പോവുകയും ചെയ്യും. അത് ഹൈ റേഞ്ചിൽ നമ്മൾ പ്രത്യേകിച്ച് ഇടുക്കി ഹൈ റേഞ്ചിലൊക്കെ നടക്കുമ്പോൾ അറിയാം, മഴക്കാലത്ത് നമ്മൾ നിന്ന് അല്പവും നടക്കുമ്പോൾ തന്നെ നമ്മൾ തെന്നിപ്പോവും. അതുപോലെ തന്നെ വേനൽക്കാലത്തും ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതകളുണ്ടാകും. കാരണം ഇതിൻ്റെ ആ സ്ലിപ്പറി നേച്ചർ ഉള്ളതുകൊണ്ട്, വെള്ളം ഇല്ലെങ്കിലും തന്നെ സാധ്യതയുണ്ട്, വെള്ളം ഉള്ളപ്പോഴും ഉണ്ട്. അപ്പോൾ നല്ല വെള്ളം ഇതിനകത്ത് പിടിച്ച് കിടക്കുന്നൊരു സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഫോഴ്സോടുകൂടി തള്ളിപ്പോകാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നറിയേ ഇത്രയും മണ്ണ് എങ്ങനെ അവിടെ തന്നെ ഇട്ടു. അതായത് ആദ്യത്തെ പ്ലാനിങ്ങിൽ ഈ മണ്ണ് അവിടെ മീൻസ് ഡംപ് ചെയ്യാൻ ഉള്ള ഇത് പാടില്ലായിരുന്നു. ആ പ്ലാനേ തെറ്റ്. രണ്ടാമത്തത്, അദ്ദേഹം കളക്ടർ അവിടെ നിന്ന് ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്നു ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ്. പക്ഷേ എന്തുകൊണ്ടാണ് റെഗുലറായിട്ട് ഒരാളത് മോണിറ്റർ ചെയ്യാത്തത്? ഇപ്പം ഞാൻ എൻ്റെ ഒരു വീട് വയ്ക്കുമ്പോൾ ഞാൻ ഡെയിലി പോയി നോക്കും. എനിക്ക് പണി അറിയില്ലെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കത്തില്ല, അല്ലാതെ പാലുകാച്ചനല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതുപോലെ തുരങ്കം ഉണ്ടാക്കുമ്പോഴല്ല, തുരങ്കം ഫൈനലി ഉദ്ഘാടനത്തിനല്ല ഒരു ചെല്ലുണ്ട്. ഇവിടെ നമുക്കൊരു സംശയം കൂടി വരും, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? അവർക്കാണല്ലോ, അവർക്കില്ലേ? അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കമ്പനി തീർച്ചയായിട്ടും അവർ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വമേധയാ തോന്നേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? കാരണം പ്രത്യേകിച്ച് ഈ സോൺ 1990 മുതൽ ഒരുപാട് തവണ ഈ ഉരുൾപൊട്ടലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു സോണാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോണിൽ ഈ തുരങ്കപാത തന്നെ ഒരു ദുരന്തപാതയാകുമെന്ന പരിസ്ഥിതി പ്രവർത്തകർക്ക് അന്നു മുതലേ പറയുന്നത്. അങ്ങനെയിരിക്കെ ഇതുപോലെ മഴ പെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെ കളക്ടർ ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടും കമ്പനി അത് പാലിക്കുന്നുണ്ടോ, പാലിക്കുന്നില്ലേ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ടോ? കാരണം നമ്മളിപ്പോൾ വീണ്ടും വരുന്നു, മലപ്പുറത്ത് ഇതേപോലെ റോഡ് സൈഡിൽ സ്ലംസ് ഉണ്ടായി. ഇപ്പോഴും പല ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ ഒരു സമയം ഉണ്ടാകുമ്പോൾ ഒരു ബഹളം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരും അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി എന്നൊരു എലിമെൻറ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ നടക്കുന്ന കാര്യങ്ങളാണിത്, നമുക്ക് അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു എലിമെൻറ്റ് വ്യക്തമായിട്ട് ഇല്ല, മിസ്സിംഗ് ആണ്. അതിൻ്റെയാണ് ആ ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതായത് അക്കൗണ്ടബിലിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ടതാണ് ഞാനിവിടെ ഉണ്ടാവണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു തോന്നലില്ലാത്തതിൻ്റെ ഒരു റിഫ്ലക്റ്റൻസ് ആണിത്. കാരണം അവരുകൊണ്ട് ഡംപ് ചെയ്യുന്നു, അവരങ്ങ് പെടുത്തുകൊണ്ട് വെക്കുകയുള്ളൂ, നമ്മളതിനകത്ത് ഇടപെടുന്ന എന്തിനാണെന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവും അവർ. അപ്പോൾ എനിക്ക് വേറെ ഒരു മെസ്സേജ് ഇന്നലെ അവിടെ നിന്ന് തന്നെ വന്നത്, ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ അവരുടെ പരിസ്ഥിതി വിങ് ഒരു വലിയ പഠനം നടത്തി ഈ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല, അഥവാ നടത്തുകയാണെങ്കിൽ തന്നെയും വലിയ തരത്തിൽ പരിസ്ഥിതി പഠനമൊക്കെ നടത്തി വേണ്ടത്ര പ്രതിവിധികളൊക്കെ കണ്ടുകൊണ്ട് വേണം നടത്താനെന്ന് പറഞ്ഞ് വലിയ ഒരു റിപ്പോർട്ട് അവർ ഇവിടുത്തെ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക്, ഇപ്പോൾ ഇവിടെ SDRF ഇല്ലേ കേരളം ഉണ്ട്, അപ്പോൾ അതിൻ്റെ തലവന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് തന്നെ, ആ പേരൊക്കെ എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു. ശേഖർ കുര്യാക്കോസിന് കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് അയച്ചു എന്നാണ് പറയുക, അതായത് NDRFന് അയച്ചു എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ ഇത് വളരെ വളരെ ഭീതിജനകമായ ഒന്നാണ്. ഈ തുരങ്കപാതയുടെ നിർമ്മാണവും ഒക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്, വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അടക്കം എന്ന് വളരെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ച് വിസ്തരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിനകത്ത്. എന്നിട്ട് ആ റിപ്പോർട്ട് കണ്ടിരുന്നെങ്കിൽ ഈ തുരങ്കപാതയ്ക്കുള്ള തീരുമാനം പോലും ഉണ്ടാകുമായിരുന്നില്ല. അഥവാ എടുത്തിരുന്നെങ്കിൽ തന്നെയും ഇതിനേക്കാൾ കർശന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ഈ മേൽനോട്ടം, ബിജു നേരത്തെ പറഞ്ഞ മേൽനോട്ടം വഹിക്കുമായിരുന്നു എന്നാണ് ആ പരിസ്ഥിതി പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്.
അപ്പോൾ അതേപ്പറ്റി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട്, അഥവാ ഇവർ LDFൻ്റെ കാലത്താണല്ലോ ഈ തീരുമാനം ഇതിൻ്റെ കല്ലിടിയിലൊക്കെ നടന്നത്, അപ്പം LDFൻ്റെ കാലത്ത് ഇത് നടത്തണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണോ ഈ ശേഖർ കുര്യാക്കോസ് ഈ പറയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകരുടെ പഠനം, അതോ ഇത് വെറും ഏഴാങ്കൂലികൾ നടത്തിയ ഒരു പഠനം ഇത് ആർക്ക് വേണം എന്ന രീതിയിൽ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതാണോ? എന്താണ് ബിജുവിന് അതേപ്പറ്റി തോന്നുന്നത്? ടീച്ചർ, അതൊരു വീണ്ടും നമ്മൾ വേറൊരു മേഖലയിലോട്ട് പോകുന്ന പോലെ ആയിപ്പോവും ചോദ്യങ്ങൾ, അല്ല മീൻസ് ആ ഒരു ഡിസ്കഷൻ. അല്ല, ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ പല കാര്യങ്ങൾക്കും ഈ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാവുന്ന ഒരു അവസ്ഥയുണ്ട്. എടുക്കേണ്ട സ്ഥലത്ത് വാള് പ്രോപ്പറായിട്ട് എടുക്കുന്നുമില്ല. ഈ രണ്ട് മിക്സിങ് അപ്പോൾ നടക്കും. ഇപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ ചാട്ടിക്കേറിയാണ് വഴി പോകണമൊക്കെ അഭിപ്രായം പറഞ്ഞു തുടങ്ങും. അത് നേരത്തെയും കേസ്, ആ റോഡിൻ്റെ ബിൽഡപ്പ് കേസ്, അതൊരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ആ റോഡ് എന്തുകൊണ്ട് അങ്ങനെ കെട്ടി, അങ്ങനെ ഒരു ഡിസിഷൻ എന്തിനെടുത്തെന്ന് ചോദിക്കാൻ ഇവിടെ അത് ചെയ്തവരെ വിളിച്ചാലും ചോദിക്കുന്നില്ല. അതിന് നേരെ ഡിസ്കഷൻ ചെന്ന് വയ്ക്കുന്നത് എന്താണ് പ്രൈം മിനിസ്റ്ററിൻ്റെ പേരിലും ചീഫ് മിനിസ്റ്ററിൻ്റെ പേരിലാണ്. അത് അവരാണോ പണിയെടുക്കേണ്ടത് നമുക്ക് തോന്നിപ്പോകും ആ ചർച്ച പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ. ആക്ച്വലി കാര്യം അറിയാവുന്നവർ ഇതിനെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ അതൊരു പക്ഷേ അങ്ങനത്തെ ഒരു അസസ്മെൻറ്റും അവരുടെ പക്ഷത്ത് കാണും. ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവർ ജനറലായിട്ട് സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ടാവും. ഇനി ഏത് തരത്തിലുള്ള ഗവേഷണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പഠനമായാലും ശരി, ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ടെക്നോളജി കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രവർത്തകൻ എന്നെ വിളിച്ച് സംസാരിച്ചത് ഒരു എന്താണ് വർഗീസാണ്. അദ്ദേഹം പിന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ചേർന്ന് പ്രിപ്പയർ ചെയ്ത ഒരു റിപ്പോർട്ടെന്നാണ്. ആയിക്കോട്ടെ ടീച്ചർ, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് സബ്സർഫസ് സ്റ്റഡീസ് ആണ് ഇതിനകത്ത് വേണ്ടത്. സർഫസായിട്ട് ഇതിന് വലിയ ഇതില്ല. സർഫസായിട്ട് വരുന്ന എൻട്രി പോയിന്റ്, ഇപ്പോൾ ആക്സിഡൻറ്റ് നടന്ന പോലത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് വരുന്നുള്ളൂ. ബാക്കി താഴെയുള്ള കാര്യങ്ങൾ അവിടെ ഇടിഞ്ഞു കൂടായികയൊന്നുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കവറപ്പ് ചെയ്ത് പോലുള്ള ടെക്നോളജി ഒന്നുണ്ട്. ഈവൻ നമ്മളിപ്പോൾ തന്നെ നോക്കിയ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിന് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ സമയത്ത് ഒരു 6-7 വർഷം എടുത്തിട്ടാണ് ഒരു ടണൽ അവർ ഒരു 200 മീറ്റർ ക്രോസ് ചെയ്യുന്നത്. ഇന്ന് അത്രയും വേണ്ട 11-12 കിലോമീറ്റർ എത്തിക്കാൻ. 10-12 വർഷം കൊണ്ടല്ലേ നമ്മുടെ ഈ ഹിമാലയത്തിൽ ടണൽ സിസ്റ്റംസ് ഒക്കെ ഒരു ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നേ. കാരണം ആ ലെവൽ ഓഫ് ടെക്നോളജി ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. ആ ടണൽ ബോറിംഗ് മെഷീൻസാണ്. പണ്ടത്തെ പോലെ എല്ലാവരും കുഴിച്ച് മണ്ണെടുത്ത് മാറ്റുകയൊന്നുമല്ല. ഈ മെഷീൻ തന്നെ അകത്തോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എടുക്കുന്ന മെറ്റീരിയൽസിനെ എടുക്കുന്നു, കോൺക്രീറ്റ് ആയിട്ട് മിക്സപ്പ് ചെയ്യുന്നു, തിരിച്ച് തന്നെ ലൈൻ ചെയ്യുന്നു. ഇങ്ങനെ മെഷീൻ അകത്തോട്ട് പോകുന്ന ടെക്നോളജി ഇന്നുണ്ട്. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടും സേഫായിട്ടും ഡിസൈനിങ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. ഇപ്പോൾ ബിജു പറഞ്ഞത് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് പറയാമോ പൊതുജനത്തിന് മനസ്സിലാകാം? അത് വളരെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് മണ്ണും കല്ലും എടുക്കുക മാത്രമല്ല, അത് അവിടെ തന്നെ വെച്ച് റീമോൾഡ് ചെയ്ത് പുനഃസ്ഥാപിച്ച് പോരും. അതായത് ഒരു വലിയൊരു മെഷീനാണത്. എന്നുവെച്ചാൽ നമുക്കിവിടെ എന്താ പറയുക, ഇവിടെ കാണുന്ന വെഹിക്കിൾസ് വെച്ചൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസും ഡയമെൻഷനൊന്നും അല്ല. അതിനേക്കാളും ഒരു 2-3 എഞ്ചിനെ നമ്മൾ റെയിൽവേ എഞ്ചിനെ ഒന്നിച്ച് ചേർത്തിട്ട് വിഭാവനം ചെയ്യുന്ന അത്രയും സൈസായിരിക്കും ഈ പറയുന്ന മെഷീൻ. ഇവിടെ വന്ന ഒരു മീൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അകത്തോട്ട് വിടുന്നത്. അപ്പോൾ ഇത് അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഇത് ഡ്രില്ല് ചെയ്ത് എടുക്കുന്ന മെറ്റീരിയലിനെ, ആ മെറ്റീരിയൽ സാമ്പിൾ പുറത്തോട്ട് വരുന്നുണ്ടോ, അങ്ങനെ എന്താണ് സാധനം വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്തും ബാക്കിയുള്ള മെറ്റീരിയൽസും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ തന്നെ നമ്മൾ കൊടുക്കുന്ന സിമെൻറ്റിലോട്ട് നമ്മൾ അകത്തിടുന്ന അതിനകത്തോട്ട് കൺസ്ട്രക്ഷന് വേണ്ടി ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടാവില്ല. മണലുണ്ടാവും, സിമെൻറ്റ് ഉണ്ടാവും, ചാന്തൊക്കെ ഉണ്ടാവില്ല. അത് ഏത് ഗ്രേഡിലാണെന്നുള്ളത് പൊടിച്ചെടുത്ത് അത് തന്നെ തിരിച്ച് ലൈൻ ചെയ്തിട്ടായിരിക്കും ഈ മെഷീൻ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. അങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. സാധാരണഗതിയിൽ നമുക്ക് എന്ന് വെച്ചാൽ ഈ തുരങ്കപാത ഒരു ദുരന്തപാതയാകാതെ തന്നെ പൂർത്തിയാക്കാൻ പറ്റും. ഉള്ളിലുള്ള പോർഷൻ ദുരന്തം ഇപ്പോഴും വന്നത് പുറത്താണ്. അപ്പോൾ ആ പുറത്തുള്ള പോർഷൻസ് ഇതിലേക്കുള്ള അപ്രോച്ച് റോഡുകൾ ഉണ്ടാകുക. അത് 2 തരത്തിലാവാം. പാറയുടെ മേളിൽ തന്നെ ഉള്ളൊരു പാറയ്ക്കകത്തോട്ട് ഡ്രിൽ ചെയ്ത് പോകുന്നതും താഴെ എടുത്ത് ഡ്രിൽ ചെയ്ത് പോകുന്നതും. താഴെ എടുത്ത് പോകുമ്പോൾ ബാക്കിയുള്ള സൈഡ് അത്രയും കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു സ്റ്റീപ്പർ സ്ലോപ്പ് ഉണ്ടാക്കി അതിനകത്തൂടെ ആയിരിക്കും റോഡ് കയറി വരുന്നത്. അവിടെയൊക്കെ ആയിരിക്കും പലപ്പോഴും പിന്നെ ക്രാഷസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മുടെ കൊങ്കൺ പാത ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ടീച്ചറിന് ഓർമ്മയുണ്ടാവും. ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് കേരള രാജധാനിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ മുകളിലോട്ട് വന്ന് റോക്ക് ഫോൾസ് ഉണ്ടായിട്ട് അത് പതുക്കെ പോയത് കാരണം മാത്രം ജസ്റ്റ് ഒന്ന് തെന്നി അങ്ങ് നിന്നുപോയി. അങ്ങനെ കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഡബിൾ ലൈൻ ആക്കി വലിയ സ്ട്രക്ചറൊക്കെ ആക്കി മാറി വന്നത്. അതിന് ടുക്ക് സം ടൈം. പക്ഷെ അതെന്താ പറ്റിയത്, ഒരു വലിയ റോളിൻ്റെ അകത്തൂടെ ആ സെയിം ഗ്രേഡിയൻറ്റ് ഫോളോ ചെയ്ത് വരാൻ വേണ്ടി അവർ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതല്ല. അപ്പോൾ അങ്ങനെ ഗ്രേഡിയൻറ്റ് മാറ്റിയിട്ട് കട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ടെക്നോളജി അവിടെയും സേഫാണ്.
പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തണം. അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയിൽ ഇപ്പോൾ എന്താണ് മലപ്പുറത്തുള്ള റോഡുകളിൽ പറ്റിയത്, അവിടെ അവർ വെട്ടുകല്ലിൽ കൂടെ ചെയ്യുമ്പോൾ വെട്ടുകല്ല് നനഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെട്ടുകല്ലിൽ നിന്ന് വെള്ളം വരാനുള്ള സാധ്യതകളെ പറ്റി നമ്മൾ കാണത്തുമില്ല. അപ്പോൾ എന്ത് പറ്റും, അവിടെ എല്ലാം നമ്മൾ ഷോർട്ട് ക്രിയേറ്റ് ചെയ്തങ്ങ് അടച്ചു വയ്ക്കും. പക്ഷേ വെള്ളം വന്നു കഴിയുമ്പോൾ ഈ വെള്ളം വരാനുള്ള സ്ഥലത്ത് നിന്നൊക്കെ നല്ല പ്രഷറിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിന് പോകാനുള്ള വഴികൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വീപ്പ് ഹോൾസ് എന്ന് പറയും, അങ്ങനത്തെ വീപ്പ് ഹോൾസ് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറിക്കൊടുത്താലും ഇതെല്ലാം കൂടി ഇടിച്ച് ഇങ്ങി പോരും. അതാണ് മലപ്പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. കൃത്യമായിട്ട് അതിന് വ്യക്തമായിട്ട് മാപ്പ് ചെയ്യാത്തത്, സബ്സർഫസ് മാപ്പ് ചെയ്യാതെ ചെയ്തു വെച്ചു അവർ മലപ്പുറത്ത് എടുത്ത്. അതേ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടാവും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനൊരു പ്രശ്നമില്ല. കാരണം കടലിനടിയിൽ കൂടെ ടണലുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്കുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വയനാട്ടിലെ ഈ ദുരന്തം, കള്ളാടി ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മണ്ണ് അവിടുന്ന് മാറ്റിയില്ല എന്നത് തന്നെയാണോ? മണ്ണ് എന്തുകൊണ്ട് ഇത്രയും കൂമ്പാരം മണ്ണ് അവിടെ വന്നു, അതെൻ്റെ ഒരു ചോദ്യം. രണ്ടാമത് ആ ഒരു ഷോട്ടിൻ്റെ അകത്ത്, ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു ലോറി, പാർക്ക് ചെയ്തൊരു ലോറി ഗിയർ ഇട്ട് ഫ്രണ്ടിലോട്ട് പോയി പാലത്തിൻ്റെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആ വണ്ടി സഹിതം അടിച്ച് തിരിച്ചു വരുവാണ്. അപ്പം ഗിയറി കിടക്കുന്ന ഒരു വണ്ടി ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വെറും മണ്ണ് തള്ളൽ കൊണ്ടുണ്ടായതല്ല. മിക്കവാറും ഈ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് തന്നെ പൊട്ടലുകളും ഒക്കെ ആക്റ്റീവ് ആകുന്നു. അതിൻ്റെ അകത്തൂടെ ഒക്കെ വെള്ളം നിറഞ്ഞു നിന്ന് ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ തള്ളി വന്നു. ആ ഫോഴ്സാണ്. അപ്പോൾ അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് കം ഈ പറഞ്ഞ് അവിടെ കിടന്ന ലാൻഡും എല്ലാം മണ്ണും എല്ലാം കൂടെ തള്ളി പോകാൻ സാധ്യത. ചാൻസ് കിട്ടി എന്ന് പറയുന്ന സാഹചര്യം ഈ 266 മില്ലിമീറ്റർ മഴ പെയ്തതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാൻസ് ആയി. അത് മാത്രമാകണമെന്നില്ല ടീച്ചർ, അല്ല അത് ഇമ്മീഡിയറ്റ് ആയിട്ട്. പക്ഷേ അത് മാത്രമാകണമെന്നില്ല. ഈ ആക്ടിവിറ്റീസ് തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് ഡ്രിൽ ചെയ്യുന്നത്? ഹെവി മെഷീൻസ് ഇപ്പോൾ ഇടിക്കുവാണ്. ആ ഇടിയുടെ ഭാഗം, ആ അനക്കങ്ങളും ഇടിയുടെ ഭാഗവും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ള ചെറിയ ചെറിയ പൊട്ടലുകൾ അവിടെ വന്ന് അവിടെ പൊട്ടലുകളിനകത്തൂടെ ഒക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുമ്പുള്ള വെള്ളം അവിടെ ഉണ്ട്. അതിന്റെ മേലിലാണ് ഈ വെള്ളം വന്ന് വീണ് പ്രഷർ കൂട്ടി, ആ പ്രഷറാണ് പിന്നെ തള്ളിക്കളയുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ബേസിക്കലി ആ 266 മില്ലിമീറ്റർ, അതായത് മഴ നമ്മുടെ ഏരിയയിലെല്ലാം മഴ ഒരു റീസൺ തന്നെയാണ്. മഴ ഒരു റീസൺ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. ലക്കിടി എന്ന് പറയുന്നത് പിന്നെ ചിറാപുഞ്ചിയിലേക്കാൾ മഴ പെയ്യുന്ന ഒരു മേഖലയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിൽ 250 മില്ലിമീറ്റർ മഴ പെയ്താൽ ഈ പണി നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടും അവരത് കൂട്ടാക്കിയില്ല, അതിൻ്റെ ഈ DPL കമ്പനി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പനിയാണ് ഇതിൻ്റെ എല്ലാ കോമ്പൻസേഷനും കൊടുക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത് എന്ന് ബിജുവിന് തോന്നുന്നില്ലേ? കാരണം അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ്. അത് നോക്കേണ്ടവർ നോക്കിയില്ല. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ PWD അവരെവിടെയാണ്? അവർക്ക് ഇതൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? പണി ചെയ്യുന്നത് വേറൊരു കമ്പനിക്ക് കൊടുത്തു എന്നിരിക്കട്ടെ, അതായത് എങ്കിൽ പോലും സോഴ്സ് ഔട്ട് ചെയ്താലും ഇവർക്ക് കൃത്യമായിട്ട്, അതായത് നമ്മളിപ്പം ബിജു നേരത്തെ സ്വന്തം വീടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സ്വന്തം വീട് നോക്കുന്ന ബിജുവിനെ പോലെ തന്നെ PWD സ്വന്തം വർക്കാണ്. അപ്പം അവർക്ക് ഉത്തരവാദിത്വം, അവരും ചെയ്തില്ല. അപ്പോൾ ഇവർക്കൊക്കെ അതേപ്പറ്റിയൊക്കെ ബിജുവിന് എന്താ തോന്നുന്നത്? അല്ല, മൊത്തമായിട്ടും സൊസൈറ്റിക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയുടെ പോയിന്റ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊരു ചെറിയൊരു ഇഷ്യൂ, നമുക്ക് പ്ലാറ്റ്ഫോം കിട്ടുന്നൊരു ഇഷ്യൂ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിൻ്റെ അകത്ത് എല്ലാവരും ഇൻവോൾവ് ചെയ്ത് ഇനിയെങ്കിലും എങ്ങനെ ഉണ്ടാവാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയും ഉള്ള ഒരു സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ഇതിനകത്ത് എടുക്കണം. കാര്യം അറിയുന്നതിനെ കൊണ്ടുള്ള അപ്രോച്ച് എടുക്കണം. ചുമ്മാ എന്തെങ്കിലും പറയുന്ന രീതിയിലോട്ടൊന്നും പോകാൻ പാടില്ല. കാരണം അങ്ങനെ പോകുമ്പോഴാണ് ഡൈല്യൂട്ട് ആയി പോണത്. എല്ലാവരും എല്ലാം പറയുന്നു, എല്ലാവരും അക്കൗണ്ടബിൾ ആകണം. എന്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്ത് അവർ പറയുന്നു 15 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് മാറ്റണമെന്ന് പറയുന്നു. 13 ദിവസം മുമ്പ് പറഞ്ഞു. അത് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് അന്വേഷിച്ചിട്ടില്ല ആള്, അതുകൊണ്ട് അതവിടെ കിടന്നു. ഇനി എന്തുകൊണ്ട് അവര് ചെയ്തില്ല, അവർക്ക് എന്താണ് ഡിസിഷൻ എടുക്കാൻ വിഷമം വന്നത്? PWD തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 13 ദിവസത്തിന് മുമ്പേ പറഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ അവിടുന്ന് മാറ്റുന്നു എന്ന് ഉറപ്പ്. കാരണം മഴക്കാലം വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ചിറാപുഞ്ചിയിലേക്കാൾ മഴ പെയ്യുന്ന സ്ഥലമാണ് ലക്കിടി എന്നിരിക്കെ, ഈ ലക്കിടി ഏരിയയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നിരിക്കെ തീർച്ചയായിട്ടും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് വളരെ ഗൗരവമായിട്ട് ഇത് കാണുകയും ചെയ്യണമായിരുന്നു, മേൽനോട്ടം വയ്ക്കുകയും ചെയ്യണം. അത് ചെയ്യാത്തതുകൊണ്ട് അവരുടെ പേരിലും ആക്ഷൻ എടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നമ്മൾ പഴിചാരണം. പിന്നെ പ്ലാനേഴ്സിലുണ്ട് ടീച്ചർ. കാരണം ഇവിടെ ആ ഒഴുകുന്ന നദിയുടെ ഒഴുക്ക് കണ്ടില്ലേ, അതിന് മുമ്പും പിമ്പും ഒക്കെ നല്ല ഒഴുക്കുള്ള നദിയാണ്. എന്ന് വെച്ചാൽ വെള്ളത്തിന് ഈ ഒരു കാച്ച്മെന്റ് ഏരിയ, അത് ചാലിയാറിന്റെ ഏതോ സബ് റിവർ ആണത്. അപ്പം ആ കാച്ച്മെന്റ് ഏരിയയിൽ അത്രയും വെള്ളം ഉണ്ടെന്നിരിക്കെ ഇങ്ങനത്തെ ഡംപ് ഇവിടെ പ്ലാനും വരാൻ പാടില്ല. പിന്നെ വന്നത് അവർ പറയുന്നു ഡംപാണ് വന്നത്. പക്ഷെ ആ
ആ വന്ന ഏരിയ മൊത്തം നോക്കുമ്പോഴത്തേക്ക് അത്രയും ഡംപിൻ്റെ അവിടെ മാത്രം കൂട്ടിയിട്ട് അത് മുകളിൽ നിന്ന് വരുന്നുണ്ടോ? വരേണ്ട കാര്യമില്ല. റോഡ് അങ്ങനെയൊന്നും പോകത്തില്ല, താഴോട്ടല്ലേ പോകണ്ടേ ടണലോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ അത് എന്ത് അവിടെ സൈഡിൽ കൊണ്ടിട്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. അവർ കോസ്റ്റ് സേവിങ് ആണേ കമ്പനിയുടെ കാര്യം. അതായത് ഇത് കൊണ്ടുപോയി ഇടേണ്ട അപകടകരമല്ലാത്ത ഒരു മേഖലയിൽ കൊണ്ടുപോയി ഇതിനെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ചിലവ് വരും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഞാനും കൂടെ ചേർന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് മൈനിങ് ആൻഡ് ജിയോളജി. അവരാണ് ഇവിടുന്ന് മണ്ണെടുക്കുന്നതിനെ പറ്റിയും മണ്ണ് ഇവിടെ കൊണ്ടിടേണ്ടതിനെ പറ്റിയും ഡയറക്ഷൻ കൊടുക്കേണ്ടത്. അവരും ഇവിടെ എന്ത് ചെയ്യാണ്. അതാണ്. അപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഉത്തരവാദിയാണ് ഈ പറയപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും. കാരണം അവരൊരു ഡയറക്ഷനാണ്. ഇപ്പോൾ ഒരു പുറത്തുനിന്നൊരു കമ്പനി വരികയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കൂട്ടർ വരുമ്പോൾ നമ്മൾ പറയും ഈ മണ്ണിന് ഇങ്ങനെ ഉണ്ട് പ്രശ്നം, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ചതുപ്പാണ്, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ നടക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ നമ്മുടെ ഒരു ആസ് ആൻ ഓണറിൻ്റെ സൈഡ് നമ്മൾ സജഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ലാൻഡിൻ്റെ ഒരു ജിയോളജിക്കൽ ആസ്പെക്ട് സംസാരിക്കുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് മൈനിങ് ജിയോളജിക്കാരാകണം. തീർച്ചയായിട്ടും. അവർ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്കിലും അതിനകത്ത് വരണം. അങ്ങനെ ഒന്നും നമ്മുടെ ഇവിടുത്തെ ലിങ്കുകളിലില്ല. അപ്പോൾ ഇപ്പോൾ ബിജു, നമുക്ക് അത്യാവശ്യമായിട്ട് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇത്തരം വർക്കുകൾ, അതായത് ഈ തുരങ്കപാത പോലെയുള്ള വർക്കുകൾ എവിടെ കേരളത്തിലുണ്ടായാലും അവിടെയൊക്കെ ഉത്തരവാദിത്വം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനുണ്ടാകണം, പൊതുമരാമത്ത് വകുപ്പിനുണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടാകണം, ഏറ്റവും ആത്യന്തികമായി ആ കമ്പനിക്കുണ്ടാകണം, ഇങ്ങനെ കളക്ടർക്കും ഉണ്ടാകണം. നടപ്പിലാക്കുന്നത് കമ്പനിയാണ്. അതുകൊണ്ട് കമ്പനി വളരെ സീരിയസ് ആയിട്ട് ഇവരൊക്കെ മേൽനോട്ടം വഹിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല, അവർ പറയണത് അക്ഷരം പ്രതി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വന്ന നഷ്ടങ്ങളെല്ലാം ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കാനും ഗവൺമെൻറ് തയ്യാറാകണം. കാരണം ഗവൺമെൻറ് ഖജനാവ് നമുക്കറിയാം വലിയ ഫിസ്ക്കൽ ക്രൈസിസ് ഉള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ കേരളം. ആ സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു ദുരന്തം ബഹുകോടികൾ ചെലവഴിച്ച് അത് മുഴുവനും മണ്ണിൽ ഒലിച്ചു പോകുന്ന തരത്തിൽ കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു. ആ മരിച്ചവർക്കുള്ള കോമ്പൻസേഷൻ, പിന്നെ മറ്റ് എന്താ പറയുക, മുറിവേറ്റവർക്കുള്ള കോമ്പൻസേഷൻ, ഇങ്ങനെ പോകുന്നു കോമ്പൻസേഷൻ്റെ പല മാനങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് വേണം ഗവൺമെൻറ് ആരിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ പിരിച്ചെടുക്കണം, ആരെക്കൊണ്ടൊക്കെ ഇത് പുനർനിർമ്മിക്കണം, എങ്ങനെ പുനർനിർമ്മിക്കണം എന്നൊക്കെയുള്ള തീരുമാനം അല്ലേ? അത് വേണം. മാത്രമല്ല ടീച്ചർ, നമ്മൾ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയാലേ ഈ 1970s മിനിസ്ട്രി ഇവിടെ ഒരുപാട് കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കുറേ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് സെസ്, സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസ്. സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസ് ഉണ്ടായിരുന്നപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവരുടെ ഫോക്കസ് കംപ്ലീറ്റ് തന്നെയും കേരളം എന്നൊരു ആംഗിളിലായിരുന്നു. അവിടുത്തെ റിസർച്ച് ഫോക്കസ് ചെയ്തിരുന്ന കേരളത്തിനാണ്. അതുകൊണ്ട് നമുക്ക് കോസ്റ്റൽ ഏരിയയെ പറ്റി നല്ലൊരു ധാരണയുണ്ട്, ഗ്രൗണ്ട് വാട്ടറിനെ പറ്റി നല്ലൊരു ധാരണയുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലൊരു ഡേറ്റാ ബാങ്ക് ഉണ്ടായിരുന്നു. എവിടം വരെ? അത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുന്നവരെ. ഇന്ന് ആ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയപ്പോൾ അവരുടെ ലക്ഷ്യമെല്ലാം സെൻട്രലിലോട്ടല്ല, അവർ അന്റാർട്ടിക്ക പഠിക്കുന്നു, ആർട്ടിക് പഠിക്കുന്നു, അങ്ങനെ ഇന്ത്യയുടെ എക്സ്പാൻഷൻ സ്റ്റേജിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കേരളത്തിന് ഈ വക കാര്യങ്ങളെ പറ്റി, കേരളത്തിൻ്റെ ഭൂമി എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ പറ്റി ഒരു റെക്കോർഡ് ഇന്നിപ്പോൾ ഇല്ല. അത് മോണിറ്റർ ചെയ്യാനും ഇല്ല റിസർച്ച് ഏജൻസി. അതൊരു വലിയ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട. കാരണം സോമസാറിന്റെ കാലം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കാണുന്നത്, പിന്നെ വരുന്ന പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് ഒരു റിക്രൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ പിന്നെ അവരുടെ രീതിയിലാണ് ഇന്ന് നോക്കി അവിടുത്തെ റിസർച്ച് നടക്കുന്നത്. പോളാർ റീജൻസിനെ പറ്റി, അന്റാർട്ടിക്കയിലേക്ക് പോകുന്നു, അവിടുത്തെ ക്ലൈമാറ്റിക് വേരിയേഷനെ പറ്റി പഠിക്കുന്നു. കേരളത്തിലെ ക്ലൈമാറ്റിക് വേരിയേഷൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബബേ. കാരണം വലിയ അറിവില്ല അതിൻ്റെ അകത്ത്. കാരണം അവർ നോക്കുന്ന ഫണ്ട് എവിടെ നിന്ന് വരുന്നു, ആ ഫണ്ട് വരുന്ന സ്ഥലങ്ങളിലോട്ട് മാത്രമേ അവരുടെ ഫോക്കസ് പോവുള്ളൂ. നമുക്ക് അങ്ങനെ ഫണ്ട്, കാരണം ഇതൊക്കെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി കേരളത്തെ ഫോക്കസ് ചെയ്ത് ഫണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കേരളം ബേസ് ചെയ്തിട്ട് കേരളത്തിൻ്റെ ഭൂമിയെ പറ്റിയും കേരളത്തിൻ്റെയും കടലിനെ പറ്റി പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന സംവിധാനങ്ങൾ, റിസർച്ച് സിസ്റ്റംസും വരണം.